ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് വീണ്ടും ഇന്ന് സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. നമ്മൾ ഭാഗവതത്തിലൂടെയുള്ള ആ തപസ്യ തുടരുകയാണ്. അക്കിത്ത ഭാഗവതവും മൂലഭാഗവതവും കൂടിയിട്ടുള്ള പാരായണം തുടരുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു അധ്യായം വിട്ടുപോയി എന്ന് അറിഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം വിട്ടുപോയ അധ്യായമാണ് പാരായണം ചെയ്തത്. അപ്പോൾ 8 അധ്യായങ്ങൾ വരെ പാരായണം ചെയ്ത് സമർപ്പിച്ചിരുന്നു. ദ്വിതീയ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം വരെ. അപ്പോഴാണ് 5ാമത്തെ അധ്യായം അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു തവണ കൂടി അത് പാരായണം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ആദ്യം പാരായണം ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒരു ഭാഗ്യം ഉണ്ടായി. ഇപ്പോൾ ഇന്ന് ദ്വിതീയ സ്കന്ധം 9ാമത്തെ അധ്യായം പാരായണം ചെയ്യാണ്. ഇതിലെ 9 അധ്യായം 9, 10 2 അധ്യായങ്ങളും കൂടിയേ ഉള്ളൂ. 10 അധ്യായം വരെയാണ് ദ്വിതീയ സ്കന്ധം ഉള്ളത്. അത് കഴിഞ്ഞാൽ തൃതീയ സ്കന്ധം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു യാത്ര ഓരോ ദിവസം കഴിയുന്തോറും അത്ഭുതമായിട്ട് തന്നെയാണ്. ഇത്രയും വരെ വായിച്ച് സമർപ്പിക്കാൻ സാധിച്ചത് തന്നെ ഗുരുവായൂരപ്പൻ്റെ കരുണാകടാക്ഷം, ആ കൃപാകടാക്ഷമാണ്, കാരുണ്യം കൊണ്ടാണ്, ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനിയും അതുപോലെ പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ആരംഭിക്കുന്നു. അതിന് ഇടയ്ക്ക് മറന്നു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. ധനുമാസം 1-ാം തീയതി, അടുത്ത ചൊവ്വാഴ്ചയാണ് ധനുമാസം 1-ാം തീയതി. അപ്പോൾ ധനുമാസം 1 മുതൽ ഇവിടെ ഞങ്ങളുടെ അടുത്ത്, അതായത് പുതുക്കാട് അടുത്ത്, ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് അടുത്ത് രാപ്പാൾ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ ഒരു ധനു 1 മുതലുള്ള 30 ദിവസം അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വഴിപാടുണ്ട്. ദധ്യന്നം എന്നാണ്. ആ ദധ്യന്നം സമർപ്പിക്കുക ഭഗവാൻ എന്നുള്ളതാണ്. അത് ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, ധനുമാസത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും ധനുമാസത്തിലാണ് ഉള്ളത്. കാരണം ഈ ധനുമാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധനുമാസത്തിലാണ് ആ കുരുക്ഷേത്ര യുദ്ധം നടന്ന സമയം എന്നാണ് അതിനോടനുബന്ധിപ്പിച്ച് പറയണത്. ആ കുരുക്ഷേത്ര യുദ്ധം നടന്ന സമയത്ത് ഭഗവാന്, അതായത് കൗരവരും പാണ്ഡവരും ഒക്കെ നേരത്തെ യുദ്ധത്തിന് പുലർച്ചെ യുദ്ധത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ യുദ്ധം ചെയ്യുക. പിന്നെ വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം യുദ്ധം നിർത്തിവെക്കുക. അതിനുശേഷം വീണ്ടും സൂര്യോദയത്തിന് മുമ്പ് തുടങ്ങുക. അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ഒരു ക്രമം. അപ്പോൾ ആ യുദ്ധത്തിന് പുലർച്ചെ പോകുന്നതിന് മുമ്പ്, അപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നിഹാരതികളൊന്നുമില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പ് പാഞ്ചാലി ശ്രീകൃഷ്ണ ഭഗവാനും പാണ്ഡവന്മാർക്കും പോണവർക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി നൽകിയിട്ടുള്ള അതാണ് ഈ ദധ്യന്നം എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് അത് കൊണ്ടാണ് ആ ദധ്യന്നം എന്നുള്ളൊരു വഴിപാടുണ്ട്. വളരെ വിശേഷപ്പെട്ട പരിപാടാണ് ദധ്യന്നം എന്ന് വെച്ചാൽ. ദധി എന്ന് വെച്ചാൽ തൈരും ചോറ്. അന്ന് ആ തൈരും ചോറാണ്. അപ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അനുസ്മരണം. ഇതൊക്കെ അവിടെ വഴിപാട് ചെയ്യുമ്പോൾ സന്താന ലബ്ധിക്ക് നമുക്കുള്ള സന്താനങ്ങൾക്കായി ഒരു ആരോഗ്യ സൗഖ്യം ഉണ്ടാവാനായിട്ട്
പിന്നെ അതുപോലെ ഏതൊരു പ്രതിസന്ധികളെയൊക്കെ നേരിടാനൊക്കെയായിട്ട് നമുക്ക് ഓരോന്നും യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അതിൽ നിന്നൊക്കെ കരുത്തുണ്ടാവാനായിട്ട് എന്നൊക്കെ പല ഫലശ്രുതികളും അതിന് പറയുന്നുണ്ട്. അപ്പം ആ ക്ഷേത്രത്തിൽ 19-ാം തീയതി, അതായത് ഡിസംബർ 19-ന് വൈകിട്ട് ഭഗവാന്റെ തിരുമുമ്പിൽ വച്ചിട്ടൊരു പ്രഭാഷണത്തിന് ഭഗവാൻ അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ അടുത്ത് നമ്മുടെ ഈ അടുത്ത ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ അടുത്ത ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആ രാപ്പാള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് തീർച്ചയായിട്ടും പോയി അവിടെ ആതിഥ്യന്നം ഭഗവാന് നൈവേദ്യം ചീട്ടാക്കിയിട്ട് ഭഗവാൻ സമർപ്പിക്കണമെന്ന് എല്ലാവരോടും. കാരണം അത് നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അങ്ങനെയുള്ള ഓരോരോ ആചാരങ്ങളിൽ നമുക്ക് ആചാരാനുഷ്ഠാനങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ രാവിലെ 7 മണിയോട് കൂടിയിട്ടാണ് അവിടെ തലേന്ന് ചീട്ടാക്കണവരുണ്ട്. കാലത്ത് 7 മണിയോട് കൂടിയിട്ടാണ് അവിടെ ആ നൈവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് കുട്ടികൾ വരിക. ആ സമയമാകുമ്പോഴേക്കും കുട്ടികൾ വരിക. കുട്ടികൾക്കൊക്കെ അവിടെ അന്നദാനം ഈ നേദിച്ച ദധ്യന്നം കൊടുക്കും. അപ്പോൾ ആ ദധ്യന്നം അങ്ങനെ ഉണ്ട് അവിടെ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കും. കുട്ടികൾക്കാണ് ആദ്യം കൊടുക്കുക. കുട്ടികൾക്ക് വിളമ്പുമ്പോൾ അവിടെ കുറച്ച് പേര് ഇതുപോലെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾ ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാത്തവരോ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുള്ളവരോ അല്ല അങ്ങനെയുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. ഈ കുട്ടികൾക്കൊക്കെ ആഹാരം വിളമ്പി കൊടുക്കാം. അവർക്കൊക്കെ നമ്മളുടെ കൈകളെ കൊണ്ട്, കാരണം ഇരിക്കുന്നവർ മുഴുവനിൽ ഒരാൾ ഗുരുവായൂരപ്പനാണ്, അതായത് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ കണ്ണനാണ് ഒരാൾ. അപ്പോൾ കണ്ണന് വേണ്ടി ആഹാരം വിളമ്പിടും എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവർക്കൊക്കെ ആഹാരം വിളമ്പി കൊടുക്കാം. ആ ആഹാരം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും യഥാശക്തി, കാരണം 10 പിള്ളേരുണ്ടെങ്കിൽ 10 പിള്ളേർക്ക് ഒരുപോലെ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് യഥാശക്തി എന്ന് പറഞ്ഞാൽ. ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആ കുട്ടികൾക്കൊക്കെ 10 രൂപ വീതം അങ്ങനെ കൊടുക്കും. ചിലവർ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ കൊടുക്കും. ചിലവരെന്തെങ്കിലും മധുര പലഹാരങ്ങൾ കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ആ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മധുര പലഹാരം, ചിലവർക്ക് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റൊക്കെയാണല്ലോ. കുട്ടികൾക്ക് സന്തോഷമാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് നൽകാറുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് എല്ലാവരെയും ഹരേ രാമ നാമം ജപിച്ചുകൊണ്ട് അവരെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ പ്രദക്ഷിണം വെച്ചിട്ട് ഹരേ രാമ നാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക. ഇതൊക്കെ അവിടുത്തെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ്. ഒരു തവണയെങ്കിലും നമ്മൾ അവിടെ പോയി ഇതൊക്കെ കാണേണ്ടതും അനുഭവിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല, എവിടെയുള്ളവരായാലും കേട്ടോ, തൃശ്ശൂർ അടുത്ത് വരാൻ സൗകര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏത് നാട്ടിലുള്ളവരായാലും വേണ്ടി എല്ലാവർക്കും ഒരുപോലെയാണ് എത്തിപ്പെടാൻ സാധിക്കുന്നവർക്കൊക്കെ 30 ദിവസമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ആ സമയത്ത് വന്നിട്ട് അത് ദധ്യന്നം സമർപ്പിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിനോടനുബന്ധിച്ച് ഓർമ്മ വന്നത് പറയുകയാണ്. അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത്രയും കാലം, അതായത് എൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണെങ്കിലും ഇതിനെപ്പറ്റി എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഒരു 4 വർഷം മുമ്പ് വരെ 4 വർഷം മുമ്പ് വരെ എനിക്കിതിനെ പറ്റിയിട്ട് ഒരറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം എവിടെ നിന്നോ ഈ ദധ്യന്നം എന്നുള്ള ഒരു പേര്, അത് എങ്ങനെ എൻ്റെ ഉള്ളിൽ വന്ന് പെട്ടു എന്നൊന്നും അറിയില്ല. എവിടെ നിന്നോ ഞാനത് കേട്ടു, ദധ്യന്നത്തെ പറ്റിയിട്ട് അത് കേൾക്കുകയുണ്ടായി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിശ്ചയില്ല മനസ്സിൽ. അപ്പോൾ അതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട് ഇങ്ങനെ ദധ്യന്നം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അത് കേൾക്കുകയുണ്ടായി. അപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സിലതിങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ആണ് അറിയണത് ഈ ഒരു ദധ്യന്നം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ ദധ്യന്നം എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മകന് മോളുണ്ടായിട്ട് ഒരു ദിവസം, അപ്പോൾ അവൾക്ക് ചെറുതാണ്, 56 ആയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ ഇങ്ങനെ കിടത്തി, കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ അമ്മ കുളിക്കാൻ പോയപ്പോൾ
അവളുടെ അടുത്ത് ഞാനിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ നാമം ജപിച്ച് കിടന്ന് ഇരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നിങ്ങനെ കണ്ണ് ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഉറങ്ങിയെന്നൊന്നും തോന്നണില്ല. ഒന്നിങ്ങനെ ഒരു എന്തോ ഒരു മയക്കത്തിൽ പെട്ട പോലെ. അപ്പോൾ ആരോ വന്നിങ്ങനെ മുമ്പിൽ നിന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെ ആങ്ങളെയാണ് വന്ന് നിന്നതെന്നാണ്. കുട്ടിയെ രണ്ടാളും നല്ല ഉറക്കമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെയാണ് ചോദിക്കണേന്നാണ്. അപ്പോൾ ഞാൻ ഉറങ്ങല്ല എന്ന് പറയാൻ പോകുമ്പോഴേക്കും ആൾ പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്നോളൂ, ദദ്യന്നം കൊടുക്കാം എന്ന് പറഞ്ഞു. ദദ്യന്നോ? ഞാൻ വേഗം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ആരോ അങ്ങോട്ട് നടന്നു പോണത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനൊന്നും വന്നിട്ടില്ല അവിടെ. അപ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ വന്ന ആൾ മെലിഞ്ഞ് ഒരു പൊക്കത്തിൽ ഒരു തോർത്തും മുണ്ടൊക്കെ ചുറ്റി അങ്ങനെ ഒരു ഇതിലാണ്. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ ഏകദേശം രൂപമാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 1 വയസ്സ് എത്തിയിട്ട് വേണമല്ലോ കുട്ടിക്ക് അത് കൊണ്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ 1 വയസ്സ് എത്തട്ടെ എന്നിട്ടാവും. അപ്പോൾ ഞാൻ അവിടെ പറയുകയും ചെയ്തു ഇങ്ങനെ ഉണ്ടെന്ന്. അതിന് ശേഷം ഒരിക്കൽ കിഴക്കേടം ഹരിത്തിരുമേനിയുടെ കൂടെ എനിക്ക് ആ ക്ഷേത്രത്തിൽ പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ പോയി തൊഴുത് അതൊക്കെ സ്വീകരിച്ച് പോന്നു. പിന്നെ വാവയുടെ 1ാമത്തെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ വാവയും കൊണ്ടുപോയി അവിടെ ദദ്യന്നത്തിന് അവിടുന്ന് ദദ്യന്നം വാവയ്ക്ക് അത് കൊടുത്തു. അങ്ങനെ 3 വർഷം. ഇപ്പോൾ അവൾക്ക് 4 വയസ്സാവാറായി. അപ്പോൾ ഈ 3 പിറന്നാൾ 3 വർഷവും മുടങ്ങാണ്ട് ആ സമയത്ത് അവർ നാട്ടിലുണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ധനുമാസത്തിലും കൂടി അത് കൊടുക്കാനായിട്ട് സാധിച്ചു. എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞുവാവയ്ക്ക് അതുകൊണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടിയും ഇതിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് ഇതിനോടനുബന്ധിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെ ആണ് ആ ഒരു രാപ്പാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദദ്യന്നത്തിൻ്റെ കഥ. പിന്നെ നമ്മൾ നെറ്റിൽ വഴിയൊക്കെ അറിയണമെങ്കിൽ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാൽ അതിലൊക്കെ വഴി അറിയാനായിട്ട് സാധിക്കും. നെറ്റിലൊക്കെ നോക്കിയാൽ ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, കഥകൾ ഉണ്ടാവാം എന്ന് തോന്നുന്നു. അതറിയില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയുമോ അറിയില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യമൊക്കെ അതിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ കാര്യമുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. എന്തായാലും എല്ലാവർക്കും എത്തിപ്പെടാനും അത് അനുഭവിക്കാനും നമുക്കൊരു പ്രത്യേക അനുഭവമാണ്. ആ കുട്ടികളെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് നാമം ജപിച്ചുകൊണ്ട് ഹരേ രാമനാമം ജപിച്ചുകൊണ്ട് അവരെ പ്രദക്ഷിണം വയ്ക്കുക എന്നൊക്കെ പറയണത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അത് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആ ഭാഗവത പാരായണം ആരംഭിക്കാം. 2ാം സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യണത്. ഇന്നലെ നമ്മൾ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ വായിച്ചത് 5ാം അധ്യായമല്ലേ. അപ്പോൾ അതിൽ ആ വിഷ്ണു നാരദ സംവാദം എന്ന പേരിലാണ് ഈ അക്കിത്ത ഭാഗവതത്തിൽ വിഷ്ണു നാരദ സംവാദം എന്നാണ് 8ാം അധ്യായത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. 8ാം അധ്യായത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആ ബുദ്ധിയും മനസ്സും എല്ലാം ഏകാഗ്രമായിട്ട് ചിന്തകളൊക്കെ നീങ്ങി ആ ഭഗവാന്റെ പാദത്തിൽ ഉറച്ചുകൊണ്ട് ഭഗവാന്റെ കഥകളെ പാരായണം ചെയ്യാനും അതുപോലെ അതിനെ പറ്റിയിട്ട് ഒന്ന് അനുസ്മരിക്കാനൊക്കെയുള്ള അനുഗ്രഹം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭാഗവതം 2ാം സ്കന്ധം 9ാം അധ്യായം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ശ്രീശുക ഉവാച ആത്മമായമൃതേ രാജൻ അനുഭവാത്മന നഖേടേദാർത്ഥ സംബന്ധ സ്വപ്നദുഷ്ടുർ ഇവാഞ്ജസ ബഹുരൂപ ഇവാഭാതി മായയാ ബഹുരൂപയാ രമമാണോ ഗുണേഷ്വസ്യ മമാഹം ഇതി മന്യതേ യർഹിവാ महिम्नि स्वे परेऽस्मिन् कालमाययो रमेदे गतसम्मोह सत्यक्तोदास्ते ततो भयम् आत्मतत्त्वविशुद्ध्यर्थं यद् आह भगवान् हृदं ब्रह्मणे दर्शयन् रूपम् अव्यलीगाव्रताद्धृता स आदिदेवो जगतं परो गुरु स्वधिष्ण्यमास्ताय സുസൃഷ്ടയൈക്ഷതാ താം നാദ്യഗച്ഛത് ദൃശം അത്ര സമ്മതം പ്രപഞ്ചനിർമ്മാണവിധിർയയാ ഭവേത് സചിന്തയന്യക്ഷരമേകദംബസി ഉപാശൃണോദ് ദുർഗദിതം വജോ വിഭു സ്പർശേഷു യദ്ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നിർഭയദ്ധനം വിദു നിശമ്യ തദ്വ്യക്തും വ്യക്തൃദിദൃശയാദിശോ വിലോക്യ തത്രാന്യത് അപശ്യമാന സ്വതീഷ്ണമാസ്തായ വിമിഷ്യ തദ്ഹിതം തപസ്യുപാദിഷ്ട ഇവാധദേമന ദിവ്യം സഹസ്രാബ്ദമോഘദർശനോ ഇതാനിലാത്മാ വിജിതോ ഭയേന്ദ്രിയ അതപ്യതസ്മാഖില ലോകതാപനം തപസ്തപീയം തപതം മഹാസമാഹിത തസ്മൈ സലോകം ഭഗവൻ സഭാജിതാ സന്ദർശയാമാസ പരം നയത്പരം വ്യപേത സംക്ലേശ വിമോഹസാദ്വസം സ്വദൃഷ്ടവദ്ഭിർവിബുധൈരഭിഷ്ടുതം പ്രവർത്തയേ യത്ര രജസ്തമസ്തയോ സത്വം ച മിശ്രം ന ച കാലവിക്രമാന യത്ര മായാ കിമുദാ പരേ ഹരിർ അനുവ്രതാ യത്ര സുരാസുരാർച്ചിതാ ശ്യാമാവദാതാ ശതപത്രലോചനാപി ശങ്കവസ്ത്ര സുരജസ്സുപേശസ സർവേ ച ദുർബാഹവ ഉന്മിഷന്മണി പ്രവേഗ നിഷ്കാഭരണ സുവർച്ചസ പ്രവാളവൈദൂര്യ മൃണാളവർച്ചസ പരിസ്ഫുരത് കുണ്ടലമൗലിമാലിന ഭ്രാജിഷ്ണുഭിർയപ്പരിതോ വിരാജിതേ ലസദ്വിമാനാവലിഭിർമഹാത്മനം വിദ്യോതമാനാ പ്രമദോത്തമാദ്യുഭി സവിദ്യുതഭ്രാവലിഭിർയഥാനഭ രൂപണ്യുരുഗായ പാതയോ കരോതിമാനം ബഹുധാ വിഭൂതിഭി പ്രേഖം ശ്രിതായ കുസുമാകരാനകൈർ വിഗീയമാനാ പ്രിയകർമ്മഗായതേ ദശതത്രാഖില സത്വദാമ്പതി ശ്രിയപ്പതി യജ്ഞപതിർജഗത്പതിം സുനന്ദനന്ദപ്രബലാർഹണാദിഭി സ്വപാർഷദം മുഖ്യൈ പരിസേവിതം വിഭും ഭൃത്യപ്രസാദാഭിമുഖം ദൃഗാസവം പ്രപന്നഹാസാരുണലോചനാനനം കിരീടിനം കുണ്ടലിനം ചതുർഭുജം പീതാംബരം വക്ഷസ ലക്ഷിതം ശ്രിയാ അദ്യർഹണീയാസനമാസ്ഥിതം പരം വൃതം ചതുർഷോഡശ പഞ്ചശക്തിഭിയുക്തം ഭഗൈർ സ്വൈർ ഇതരത്ര ചാധ്രുവൈ സ്വയേവധാമൻ രമമാണമീശ്വരം തദ്ദർശനാഹ്ലാദപരിപ്ലുതാന്തരോ ഹൃഷ്യന്തനു പ്രേമഭരാശ്രുലോചനാനാമപാദാംബുജാസ്യ വിശ്വദൃഗ് യത്പാരമഹംസ്യേന പഥാധിഗമ്യത്തെ
തം പ്രീയമാണം സമുപസ്ഥിതം തഥാ പ്രജാവിസർഗേ നിജ ശാസനാർഹണം ബഭാഷ ഈഷത് സ്മിത ശോജിഷാ ഗിരാ പ്രിയം പ്രീതമനാകരേ സ്പൃശൻ. ശ്രീഭഗവാൻ ഉവാച ത്വയാഹം തോഷിതഃ സന്ധ്യഗ്ധേ വേദഗർഭസുദൃശയാ ചിരം ഭൂതേന തപസാ ദുസ്തോഷാകൂടയോഗിനം വരം വരയഭദ്രം തേ വരേശം മാഭിവാഞ്ചിതം ബ്രഹ്മൻ ശ്രേയാ പരിശ്രാമാ പുംസാം മദ്ദർശനാവിധി. മനീഷിതാനുഭവോയം മമ ലോകാവലോകനം യത് ഉപശ്രുത്യാരഹസി ജഗർത്ഥം പരമം തപ പ്രാദിഷ്ടം മയാ തത്ര പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിത തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോനഘ സൃജാമി തപസൈവേദം ഗ്രാസാമി തപസാ പുനഃ ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപ. ബ്രഹ്മോവാച ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോവസ്ഥിതോ ഗുഹാം വേദഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികിത്സിതം തഥാപി നാഥമന്യസ്യ നാഥനാഥായ നാഥിതം പരാവരേ യഥാരൂപേ ജാനീയം തേ സ്വരൂപിണ യഥാത്മമായ യോഗേന നാനാശക്തിബൃംഹിതം വിലുംബൻ വിസൃജൻ ഗൃഹ്ണൻ ബിഭ്രതാത്മനമാത്മന ക്രീഡസ്യാമോഘസങ്കൽപ്പ ഊർണനാഭിർയഥോർണുദേ തഥാ തദ്വിഷയം ദേഹി മനീഷാം മയി മാധവ. ഭഗവത് ശിക്ഷിതം അഹം കരവാണി ഹ്യതന്ത്രിത നേഹമാന പ്രജാസർഗം വ്യാധേയി ബാധ്യേയം യത് അനുഗ്രഹാത് യാവത് സഖാ സഖ്യുര ഇവേശതേ കൃത പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധ മദോജമാനിന. ശ്രീ ഭഗവാൻ ഹരേ കൃഷ്ണ. പാരായണം ചെയ്ത് മറന്നു പോവുക. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് 29 ശ്ലോകങ്ങൾ വരെയാണ് പാരായണം ചെയ്തത്. അക്കിത്ത ഭാഗവതം 29 ശ്ലോകം പാരായണം ചെയ്തതിന് ശേഷം അടുത്ത ഭാഗങ്ങൾ പാരായണം ചെയ്യാം. അക്കിത്ത ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായം ബ്രഹ്മ വിഷ്ണു സംവാദം എന്നാണ് 9-ാം അധ്യായത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ശ്രീശുകൻ പറഞ്ഞു, വിഷ്ണുവിൻ മായ കൊണ്ടല്ലാതാത്മാവൊരു തരത്തിലും ബദ്ധമാകാ ശരീരത്തിൽ സുപ്തൻ സ്വപ്നത്തിലും തഥാ ബാഹ്യരൂപമെഴും മായ ബഹുരൂപം കൊടുക്കയാൽ ഞാനെൻ്റെ എന്നതൊക്കെ ആത്മാവ് ആസ്വദിപ്പു ഗുണങ്ങളെ മായാകാലങ്ങൾക്കുപരി എപ്പോൾ കാൺമൂ നിജസ്ഥിതി. എൻ്റെ ഞാനെന്ന സമ്മോഹം എപ്പോൾ കൈവിടുമേ ജനം. അവ്യളീകവ്രതൻ ബ്രഹ്മാവിങ്കൽ സന്തുഷ്ടനായി ഹരി കൊടുത്തു ചിദ്രൂപം പരമജ്ഞാനദായകം. ആദ്യത്തെ ദേവൻ കമലാസനസ്ഥനായി സൃഷ്ടിക്കുവാൻ വെമ്പിടവേ ജഗദ്ഗുരു പ്രപഞ്ച നിർമ്മാണ രഹസ്യമുള്ളിൽ നിന്ന് ഉദിച്ചിടാൻ അന്ധത പൂണ്ടിരുന്നു പോയി. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ വായിക്കാം.
ആദ്യത്തെ ദേവൻ കമലാസനസ്ഥനായി സൃഷ്ടിക്കുവാൻ വെമ്പിടവേ ജഗദ്ഗുരു പ്രപഞ്ച നിർമ്മാണ രഹസ്യമുള്ളിൽ നിന്ന് ഉദിച്ചിടാൻ അന്ധത പൂണ്ടിരുന്നു പോയി. ഒരിക്കലംഭസ്സിൽ ഉദിച്ച രണ്ടക്ഷരങ്ങൾ ഉരുവാക്ക് ഓർക്കയായി അവൻ സ്പർശങ്ങളിൽ ഷോഡശമേകവിംശ ആ വാക്കു നിഷ്കിഞ്ചനതന്ധനം നൃപ പറഞ്ഞതാരെന്നു തിരച്ചിൽ ദിക്കുകൾക്കകത്തു കണ്ടെത്തിയതില്ലൊരാളെയും സ്വസ്ഥാനമാർന്നിട്ട് അതെനിക്കു ധർമ്മമെന്നവൻ തപസ്സിങ്കൽ വിനീലനായുടൻ തപസ്സിമാർ മുഖ്യ അമോഘദർശനഞ്ചിതാനിലാത്മൻ വിജിതോ ഭയേന്ദ്രിയൻ തപസ്സു ചെയ്തു നിഖിലോർവിതാപനൻ സഹസ്രദിവ്യാബ്ദമവൻ സമാഹിതൻ കാട്ടി സുലോകം ഭഗവൻ സുഭാജിതൻ ബ്രഹ്മാവിനില്ലേതിനുമീതയോ അപദം വ്യാപേദ സംക്ലേശ വിമോഹസാധ്വസം പൂതാശയജ്ഞാനികളാൽ അഭിഷ്ടുതം രജസ്തമോ മിശ്രിത വിക്രമാദി തീണ്ടാത്ത തൃതീയ വേദിയിൽ കാൽകുത്തുമോമായ സുരാർപ്പിതന്മാരങ്ങു വാഴൂ ഹരിപാർഷദാവലി എങ്ങും ചതുഷ്പാണികൾ ഊഷ്മിളൻ മണിപ്രവേഗ നിഷ്കാഭരണപ്രകാശവും ചെന്താമരക്കണ്ണുകൾ കൃഷ്ണവർണ്ണവും പീതാംബരം മോഹന സൗകുമാര്യവും പ്രവാള വൈഡൂര്യമ മൃണാളകാന്തിയും പരിസ്ഫുരൽ കുണ്ടല മൗലിമാലയും മിന്നൽ കരിങ്കാറുകൾ വിണ്ണിലെന്ന പോൽ വിദ്യോതമാനം പ്രമദോതമാറിയാദിയാൽ വിളങ്ങിയ പുണ്യപുരിക്കു ചുറ്റിലും മഹാജനത്തിൻ്റെ വിമാനശോഭയും മനോജ്ഞമം ലക്ഷ്മി വിഭൂതി കൊണ്ടല പൂജിപ്പത വിഷ്ണുപദങ്ങളെ സദാ കേൾപ്പീല പ്രേഖം ശ്രിത മാരപൂജക പ്രശംസയെ സപ്രിയ കർണഗീതിയാൽ കാണായി ഭക്താഖിലനാഥനായും അഖം ശ്രീ എന്നിവയ്ക്കീശ്വരനാം ജഗൽപതി സുനന്ദനന്ദ പ്രബലാർഹണാദിയം നിജാശിതോത്വംഗ സുസേവിതൻ വിഭൂ ഭൃത്യപ്രസാദാഭിമുഖൻ സൃഗാസവൻ പ്രപന്നഹാസാരുണലോചനാനനൻ കിരീടവൻ കുണ്ടലവൻ ചതുർഭുജൻ പീതാംബരൻ ശ്രീപരിരംഭിതോരസൻ ആരാധ്യപീഠത്തിൽ വിളങ്ങുമുത്തമൻ ചൂഴ്വോർ ചതുഷോഡശ പഞ്ചശക്തിയാൽ അന്യത്ര തന്ന ധ്രുവമാം വകങ്ങളുള്ളവൻ സുധാമത്തിൽ രമിക്കും ഈശ്വരൻ കാഴ്ചയാൽ ഉൾക്കുളിരിൽ തുടിക്കവേ രോമാഞ്ചിതൻ പ്രേമഭരാശ്രുലോചനൻ വീണൂജകൾ വീണൂജകൾ സജ്ജഗനാപദത്തിലാപദാംബുജം പാരമഹംസ്യസാധകം പ്രപഞ്ച വിസർജത്തിനുബാന്ധ സംസ്ഥനാം ഈ പ്രിയമാണൻ നിജശാസനാർഹണൻ എന്നോർത്തിളം പുഞ്ചിരിയാർന്നവൻ്റെ കൈ പിടിച്ചുരച്ചാൻ പ്രിയനുൾ പ്രിയത്തോടെ ശ്രീ ഭഗവാൻ പറഞ്ഞു കൂടെ യോഗിക്കു ദുസ്തോഷൻ സമ്യം ദോഷത്തിനിന്നു ഞാൻ വേദഗർഭ തപസ്വിൻ ചിരാർജിത ശുശ്രൂഷയാൽ വരേശൻ ഞാൻ വരിച്ചാലും വരം നിന്നഭിവാഞ്ചിതം എന്നെ കാൺമോളമേ ബ്രഹ്മൻ മധ്യശ്രേയ പരിശ്രമം എൻ്റെ ലോകം ഭവാൻ കണ്ടതെൻ്റെ സങ്കല്പ വൈഭവം ധ്വനിയൂഹിച്ച് അറിഞ്ഞല്ലോ
നീ അനുഷ്ഠിച്ചുവൻ തപം. ധ്വനി ഊഹിച്ചറിഞ്ഞല്ലോ നീ അനുഷ്ഠിച്ചുവൻ തപം. പ്രത്യാദേശിച്ചു ഞാൻ നിന്നിൽ കർമ്മമോഹിതനാകെ നീ. തപസ്സൻ ഹൃദയം സാക്ഷാൽ തപസ്സിൻ രൂപമാണു ഞാൻ. തപസ്സാൽ തീർത്ത ലോകത്തെ തപസ്സാലെ ഗ്രഹിപ്പു ഞാൻ. ഭരിപ്പതും തപസ്സാൽ ഞാൻ. എൻ വീര്യം ദുശ്ചരം തപം. സർവഭൂതങ്ങൾക്കുമുള്ളിൽ കാണത്തക്കവനാം ഭവാൻ. അനിരുദ്ധ ഹരേ കൃഷ്ണ. ബ്രഹ്മാവ് പറഞ്ഞു സർവഭൂതങ്ങൾക്കുമുള്ളിൽ കാണത്തക്കവനാം ഭവൻ. അനിരുദ്ധജ്ഞാനി ശരിക്കറിവൂ മൽചികീർഷിതം. എങ്കിലും നാഥ തന്നാവൂ ഞാൻ അർത്ഥിക്കുന്നതാനിധം. എമ്മട്ടു ഞാൻ ഭവൽ സ്ഥൂല സൂക്ഷ്മരൂപങ്ങളോരുവേൻ. നീ നിൻ മായാപ്രയോഗത്താൽ നാനാശക്തിയു ഉപബൃംഹിതം. ത്രികർമ്മത്താൽ നിന്നിൽ നിന്നു നിർമ്മിപ്പൂ ജീവരാശിയെ. ക്രീഡിപ്പൂ നിയമോഘേച്ഛൻ വലകെട്ടും ചിലന്തി പോൽ. എനിക്കാബോധമെപ്പോഴും അരുളിയിടുക മാധവ. ഉറങ്ങാതെ നടപ്പാക്കും ഭഗവൽ ചികീക്ഷിതത്തെ ഞാൻ ചെയ്വൂ. ഞാൻ ഈ സൃഷ്ടി ബദ്ധനാവാതെ തദ്നുഗ്രഹാൽ. സുഹൃത്തിനെ പോൽ പരികർമ്മിയാക്കി നീ കർമാനുസാര പ്രജനപ്രവർത്തിയിൽ. അവിക്ലവം ഞാൻ തൊഴിൽ ചെയ്യുക ഈശ ഞാൻ. അഭിമാനത്തിനു പാത്രമാകല. അവിക്ലവം ഞാൻ തൊഴിൽ ചെയ്യുക ഈശ ഞാൻ. അജാഭിമാനത്തിനു പാത്രമാകല. ആ ഭഗവാനോട് ഭഗവാനും അതുപോലെ ആ ബ്രഹ്മാവും തമ്മിലുള്ള ആ സംഭാഷണമാണ് നമ്മളിവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 9-ാമത്തെ അധ്യായത്തിലെ ഹരേ കൃഷ്ണ. നാരായണ നാരായണ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു നോക്കണ കാരണം കൊണ്ടാണ് കേട്ടോ. 9-ാമത്തെ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഏകദേശം ഒരു 29 ശ്ലോകം വരെ അങ്ങോട്ട് പാരായണം ചെയ്തു. അതിൽ പറയണു ആ ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവിനോട് ഉപദേശിച്ചത് എന്താണ്. ആ ജീവാനുബന്ധ കാരണത്തോട് കൂടെയോ കൂടാതെയോ എങ്ങനെ. അപ്പം ചോദ്യങ്ങൾ അവിടെ നേരത്തെ ചോദിച്ച് ഓരോ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷിത്ത് രാജാവ് ഏതേതെങ്കിലും വിഷയങ്ങളെ പറ്റിയിട്ടാണോ ചോദിച്ചത് അതെല്ലാം ക്രമത്തിൽ പറയാനായിക്കൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി ആരംഭിച്ചു. ആരംഭിച്ചിട്ട് ആദ്യമായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ പറയണു ആത്മാവ് യഥാർത്ഥത്തിൽ ദേഹാദി സംബന്ധം കൂടാണ്ട് സച്ചിദാനന്ദ രൂപനായിട്ടാണ് ഇരിക്കുന്നത്. ദേഹത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ബഹുരൂപനായിട്ട് വരണു എന്നുള്ളത് സാങ്കല്പികമായിട്ടുള്ള മായ കൊണ്ടാണ് പലതായിട്ട് തോന്നണത് എന്ന് പറയണു. പരമാർത്ഥത്തിൽ ജീവന് ദേഹാദി പ്രപഞ്ചത്തോട് ബന്ധമൊന്നുമില്ല. സ്വപ്നം കാണുമല്ലോ. സ്വപ്നം കാണുമ്പോൾ നമ്മൾ പലതും സ്വപ്നം കാണും. നമ്മൾ കാട്ടിലിരിക്കണു സ്വപ്നം കാണും, പുലി പിടിക്കാൻ വരണു സ്വപ്നം കാണും, അതല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കണു, ധാരാളം പദാർത്ഥങ്ങളും സാധനങ്ങളൊക്കെ ഭക്ഷിക്കണു. അങ്ങനെയൊക്കെ പല വിധത്തിൽ ഓരോരുത്തർ സ്വപ്നം കാണും. ആ സ്വപ്നത്തിൽ നമ്മൾ അങ്ങോട്ട് ലയിച്ചിരുന്ന് കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്വപ്നം കണ്ട. അതുവരെ അത് യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പുലി പിടിക്കാൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഭയം,
മധുരപലഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന രുചി വരെ നമുക്ക് അനുഭവത്തിൽ വന്നു എന്ന് വരും. പക്ഷേ ആ സ്വപ്നപദാർത്ഥങ്ങൾ സത്യമായിട്ട് ഭവിക്കണില്ല. അതുപോലെ ഈ ദേഹാദി പ്രപഞ്ചവും സത്യമല്ല, ആ ജീവൻ ആണ് സത്യസ്വരൂപനായിട്ടുള്ളത്. അത് അതിന് അസത്യത്തോടു കൂടിയിട്ട് സംബന്ധം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അത് ഉണ്ടാവാൻ കാരണം എന്താണ്? മായയാണ് അതിന് കാരണം. അപ്പോൾ ആ മായയാണ്. അപ്പം അതുകൊണ്ട് ആ ദേവൻ, മനുഷ്യൻ എന്നീ വിധത്തിൽ, ബാലൻ, യുവാവ് എന്നീ വിധത്തിലൊക്കെ പരിണമിക്കുന്ന സ്വഭാവത്തോടു കൂടിയ മായ നിമിത്തം ആ മായ ജീവനിൽ പ്രവേശിച്ച് ജീവനും ആ മനുഷ്യൻ, ദേവൻ എന്നിങ്ങനെ ഉള്ള ആ ഭാവത്തിൽ വന്നു ചേരുകയാണ് ചെയ്യണത് എന്ന് പറയുക. അജ്ഞാനം നിമിത്തമുണ്ടായതാണ് ഈ ബന്ധം. ഭക്തിയോഗം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ മോക്ഷം ഉണ്ടാവണം. ഈ അറിവ് അജ്ഞാനം കൊണ്ടാണ് ഉണ്ടായത്. കാണുന്നതൊക്കെ സത്യമാണെന്നുള്ളത് മായയുടെ അതുകൊണ്ടാണ്. അപ്പോൾ ഭക്തി കൊണ്ട് മാത്രമാണ് ആ അറിവുണ്ടാവുള്ളൂ. ആ അറിവ് വരുമ്പോഴാണ് ഇതൊന്നും സത്യമല്ല, ഇതൊന്നും നിത്യമല്ല, സത്യമായിട്ടും നിത്യമായിട്ടും ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെ അത് തിരിച്ചറിയുമ്പോഴാണ് മോക്ഷം ഉണ്ടാവണത് എന്ന് പറയുക. അതുപോലെ ബ്രഹ്മാദി ദേവന്മാർക്കും ഇതുപോലെ ശരീരബന്ധമുണ്ട്. അപ്പോൾ ആ ശ്രീനാരായണൻ്റെ നാഭിയിലുണ്ടാവുന്ന താമരപ്പൂവിൽ നിന്നാണല്ലോ ബ്രഹ്മാവ് ഉണ്ടായത്. ആ ബ്രഹ്മാവ് ഉണ്ടായത് അപ്പോൾ ശ്രീനാരായണനും ദേഹബന്ധമുണ്ട്. ആ ശരീരത്തെ ഭജിക്കുന്നത് കൊണ്ട് ജീവനുള്ള സംസാരക്ലേശം തീരണത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് പറയണത്. അപ്പോൾ ആ ബ്രഹ്മാവ് ഉണ്ടായത് ശ്രീമൻ നാരായണൻ്റെ സാക്ഷാൽ ആ ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ ഭഗവത് ഭജനം കൊണ്ട് മാത്രമേ തത്വജ്ഞാനം ഉണ്ടാവാൻ കഴിയുള്ളൂ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബ്രഹ്മാവിനും കൂടി തത്വജ്ഞാനം ലഭിച്ചത് എങ്ങനെയാണ്? ആ ഭഗവാനെ തപസ് ചെയ്തിട്ടാണ് എന്ന് പറയണു. ആ ബ്രഹ്മദേവൻ താൻ ഇരിക്കുന്നത് ഒരു താമരപ്പൂവിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ താമരപ്പൂവ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിലൂടെ ആ താമരത്തണ്ടിലൂടെ താഴേക്ക് കുറേ സഞ്ചരിച്ച് നോക്കിയിട്ടും അത് എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ബ്രഹ്മാവിന് സാധിച്ചില്ല. അപ്പോൾ ആ ബ്രഹ്മാവ് എല്ലായിടത്തും തിരഞ്ഞിട്ടും അതിൻ്റെ താൻ എന്ത് ചെയ്യണം, എന്താണ് വേണ്ടത്, ഇനി എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും ബ്രഹ്മാവിന് മനസ്സിലായില്ല. എന്തിനാണ് വന്നത്, എവിടെയാണ് വന്നത്, എന്താണ് താൻ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവാതിരിക്കുമ്പോൾ ആ ഭഗവാന് ആരോ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമാണ് പ്രകടമായത്. തപ 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 എന്നുള്ള ശബ്ദം. ആ ശബ്ദം ഉള്ളിൽ നിന്ന് കേട്ടപ്പോൾ നമ്മളൊക്കെ ഭഗവാനെ ഇവിടെ പൂജിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഇവിടെ കാണുമ്പോൾ ഒരു വിഗ്രഹം, അതിസുന്ദരമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തോടുകൂടിയുള്ള വിഗ്രഹം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്യന്ത സുന്ദരമായിട്ടുള്ള ആ വിഗ്രഹം അല്ലേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം അല്ലേ. അങ്ങനെയുള്ള ആ മന്ദഹാസത്തോടുകൂടിയ ഭഗവാന്റെ ആ രൂപത്തിനെ നമുക്കിപ്പോൾ പറയുമ്പോൾ കണ്ണടച്ചിങ്ങനെ പറയുമ്പോഴും കൂടി നമ്മുടെ ഉള്ളിലൊരു പക്ഷേ ആ രൂപം തെളിഞ്ഞ് കാണുന്നില്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്നും നമ്മളിങ്ങനെ കണ്ട് എത്രയോ ചിത്രങ്ങൾ കാണുന്നു, എത്രയോ വിഗ്രഹങ്ങൾ കാണുന്നു, സപ്താഹവേദികളിൽ ഇരുന്ന് കാണുന്നു, നമ്മൾ ചെന്നിട്ട് എത്രയോ ചന്ദനം ചാർത്ത് കാണുന്നു. പക്ഷെ നമ്മൾ കണ്ണടച്ച് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയുണ്ട് എന്നുള്ളൊരു ഇതല്ലാണ്ട് പൂർണ്ണമായിട്ട് ആ രൂപത്തെ കണ്ണിങ്ങനെ അടയ്ക്കുമ്പോൾ കണ്ണാടിയിൽ കാണുന്ന പോലെ ആ ചിത്രം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് കാണുന്നുണ്ടോ? കാണണില്ല. ഇത്രയൊക്കെ നമ്മൾ നേരിൽ കണ്ടിട്ട് മുന്നിൽ കാണുന്ന ഒരു വസ്തുവിനെ പോലും നമ്മുടെ ഉള്ളിൽ അത്രയ്ക്കും തെളിഞ്ഞ് കാണണില്ല എന്നിരിക്കെ ഇവിടെ ബ്രഹ്മാവിന് എന്തേ ഉണ്ടായത്? തപ എന്നുള്ള ശബ്ദം മാത്രമാണ്. ആ ഭഗവാന്റെ ആ ശബ്ദത്തിനെ ആ വരികൾ ഇതിൽ എടുത്ത് പറയണമുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്.
നമുക്ക് നോക്കുമ്പോൾ വഴിയിൽ നോക്കുമ്പോൾ ആ ശബ്ദം അത് നോക്കാം. ആ ശബ്ദം കേട്ട മാത്രയിൽ ആ ശബ്ദത്തിൽ മാത്രം ശബ്ദത്തിനെ തൻ്റെ ഹൃദയത്തിൽ കേട്ട ശബ്ദത്തിനെ വീണ്ടും വീണ്ടും ആ ശബ്ദത്തിനെ കേന്ദ്രീകരിച്ചിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ധ്യാനിക്കാനുള്ള വസ്തു എന്താണ്? ആ ശബ്ദത്തിൻ്റെ അല്ലേ. ഇപ്പം ഒരാളുടെ ശബ്ദം കേട്ടാൽ നമ്മൾ തിരിച്ചറിയണ്ടേ അല്ലേ. അച്ഛൻ്റെ ശബ്ദം കേട്ടാൽ നമുക്കറിയാം, അമ്മയുടെ ശബ്ദം കേട്ടാൽ അറിയാം, കുട്ടികളുടെ ശബ്ദം കേട്ടാൽ അറിയാം, അവർ എങ്ങനെ ഏത് പാതിരാത്രിക്ക് അവരുടെ ഒച്ച കേട്ടാലും നമ്മളെ കേൾപ്പിച്ചാൽ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു സപ്താഹം നടന്നിരുന്നു. എൻ്റെ കൂട്ടുകാരി ശോഭനയുടെ വീടിനടുത്ത് ആണ് ഒരു മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ശബ്ദം, തങ്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു സപ്താഹം നടന്നിരുന്നു. അപ്പോൾ അതിൽ സംഗമേശൻ തമ്പുരാനാണ് സപ്താഹത്തിന് വന്നിരുന്നത്. അപ്പോൾ പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ കാലിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ എല്ലാ ദിവസത്തെ വിശേഷവും പറയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ ഒരു മുടക്ക് വന്ന് അദ്ദേഹം ആ സപ്താഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പോൾ വേറൊരാളാണ് വന്നിരിക്കണേ, മോളറിയോ എന്ന് ചോദിച്ചിട്ട്, ഞാൻ അറിയണ ആളാണെന്ന് അവൾക്ക് അറിയാമെങ്കിലും മോളറിയോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എനിക്ക് അയച്ചു തന്നു. കേട്ട ഉടനെ ആദ്യത്തെ ആ ശബ്ദം കേട്ട ഉടനെ തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു കുറുവല്ലൂർ ഹരിത്തിരുമേനിയാണ് എന്ന് പറഞ്ഞു. എൻ്റെ ശരിക്കും എല്ലാവരും സുദർശനാമ്മ എന്ന് വിളിക്കുമ്പോൾ സുദർശന ചേച്ചി എന്ന് വിളിച്ചാൽ എനിക്ക് എൻ്റെ ഓപ്പോളുടെ സ്ഥാനമാണ് എന്ന് പറഞ്ഞ് വിളിക്കണ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട ഉടനെ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റി ഇന്ന ആളാണെന്ന്. അത് നമ്മൾ കേട്ട് പരിചയം കൊണ്ട്, അത് നമ്മളിങ്ങനെ കണ്ട ആൾ കേട്ട ആളായതുകൊണ്ട്. പക്ഷേ കണ്ടിട്ടുമില്ല കേട്ടിട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിതാ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതുപോലെ നമുക്കൊരു അനുഭവം. അതിനു മുമ്പ് ഒരിക്കലും കേൾക്കാത്ത ഒരാളുടെ ശബ്ദമാണ്. ആരുടെ ശബ്ദമാണെന്ന് നമുക്കറിയില്ല, ഇതുവരെ കേട്ടിട്ടേ ഇല്ല, ഒരിക്കലും കേൾക്കാത്തൊരു ശബ്ദം. ആ ശബ്ദത്തിനെ മാത്രം വച്ച് ധ്യാനിച്ച് ആ ശബ്ദത്തിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മാവിൻ്റെ തപസ്സിൻ്റെ നിഷ്ഠ എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെയാണ് ഭാഗവതം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അത്ഭുതമായിട്ട് നിൽക്കണത്. എത്രയല്ലേ ആ തപസ്സിൻ്റെ നിഷ്ഠ എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ ആ ഭഗവാനിൽ ആലോചിച്ച് നോക്കൂ ആ ഒരു ഇത്. അപ്പം അങ്ങനെ ആ തപ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം തപസ് ചെയ്യാൻ തുടങ്ങി. തപ എന്ന വാക്കിനെ കേട്ടപ്പോൾ അത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ആഗ്രഹത്താൽ 4 പാടം നോക്കിയിത്രേ. അപ്പോൾ അവിടെ ആ ബ്രഹ്മാവല്ലാണ്ട് മറ്റൊന്നും കണ്ടില്ല. അങ്ങനെ 4 ഭാഗം നോക്കിയത് കൊണ്ടാണ് 4 ശിരസ്സുണ്ടായതെന്നൊക്കെ മഹാത്മാക്കളെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? തപസ് ചെയ്യുകയാണെന്നുള്ളത് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ആ ശബ്ദത്തിനെ മാത്രം, ആ ശബ്ദത്തിലെ തൻ്റെ ഹൃദയത്തിൽ ആ ശബ്ദത്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കേട്ട ശബ്ദത്തിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ തപസ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ തപസ് ചെയ്ത് ആ ഒരു തപസ്സിനുള്ള ശരിക്കുള്ള ആ ഒരു മഹത്വമാണ് ആ പറയണത്. അങ്ങനെ ആ തപസ് ചെയ്യാനൊരുങ്ങിയിട്ട് ആ ശബ്ദത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് തപസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് പറയാം. ഇതിൽ ആ വാക്ക് ശരിക്കും നമ്മളിത് വായിച്ചപ്പോൾ ഞാനത് ഒന്നുകൂടി എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് വായിച്ച സമയത്ത് ഭഗവാൻ അത് എടുത്ത് പറയണമുണ്ട്. ആ ശ്ലോകം വരുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ തപസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ 1000 വർഷക്കാലമാണ് അങ്ങനെ തപസ് ചെയ്തത് അല്ലേ. ഹൃദയത്തിൽ 1000 വർഷക്കാലം ആലോചിച്ച് നോക്കൂ. ഒരു ശബ്ദത്തിനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് 1000 വർഷം തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയ്യോ എന്തൊരു തപസ്സായിരിക്കും അല്ലേ അത്. അങ്ങനെ ആ ബ്രഹ്മാവൻ അങ്ങനെ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സാക്ഷാൽ വൈകുണ്ഠത്തിനെ കാണിച്ചു കൊടുത്തു. ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ആ വൈകുണ്ഠം പ്രകടമായിട്ട് കണ്ടു. എങ്ങനെയാണ് വൈകുണ്ഠത്തിൽ അവിടെ എന്താ 5 വിധത്തിലുള്ള ദോഷങ്ങൾ ഇല്ലാണ്ടിരിക്കണതാണ് അത്ര വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ. എന്താണ്? കുണ്ഠതയില്ലാത്ത, അതെങ്ങനെ 5 വിധത്തിലുള്ള ദോഷങ്ങൾ ഇല്ലാണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതേതൊക്കെയാണ്? അവിദ്യ ഉണ്ടാവില്ല വൈകുണ്ഠത്തിൽ. പിന്നെ രാഗദ്വേഷങ്ങൾ, അഭിനിവേശങ്ങൾ
അങ്ങനെയുള്ള അങ്ങനെയുള്ളതൊന്നും അവിടെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള 5 വിധം ക്ലേശങ്ങളും മോഹവും ഭയവും ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സ്ഥലമാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അവിടെ രജസ്തമോ ഗുണങ്ങളൊന്നും ഒന്നും ഇല്ല, തന്നെ ഇല്ല. ആ ശുദ്ധമായ സത്വഗുണം മാത്രമേ അവിടെ പ്രകടമായിട്ട് കാണുള്ളൂ. അതുകൊണ്ടാണ് അവിടെ വൈകുണ്ഠം എന്ന് പറയുന്നത്. അവിടെ മായ ഒന്നുമില്ല. അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തെ അവിടെ കണ്ടു. വൈകുണ്ഠത്തിൽ ആരാളെ? അവിടെ എല്ലാവരും ഹരിപാർഷദന്മാരാണ്. ചതുർബാഹുവായിട്ട് സ്വരൂപത്തോട് സാരൂപ്യമുക്തി ലഭിച്ച ഒരു മുഴുവനാണ് അവരാണ് ആ വൈകുണ്ഠത്തിലെ ആ ഹരിപാർഷദന്മാരായിട്ട് അവരുണ്ട്. ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ഭക്തിയും ഉണ്ടായിട്ട് ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനിൽ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പാർഷദന്മാരെയാണ് കണ്ടത്. എല്ലാവരും എങ്ങനെയാണ്? അവരെല്ലാവരും നീല നിറത്തിലുള്ളവരാണ്. അതുപോലെ ആ ഭഗവാന്റെ പോലെ മനോഹരമായ താമരക്കണ്ണുകളോട് കൂടിയവരാണ്. മഞ്ഞ വസ്ത്രം ധരിച്ചവരാണ്. മനോഹരമായ കാന്തിയുള്ളവരാണ്. എല്ലാവരും ഭഗവാനെ പോലെ തന്നെ സൗന്ദര്യമുള്ളവരാണ്. ഇതൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലൊക്കെ ആത്മാവായിട്ടിരിക്കണത് ആ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഒരു ജീവന് ആ ജീവൻ മുക്തനായി കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ്. സാരൂപ്യമുക്തി ആ ഭഗവാൻ തന്നെയാണ് അവിടെ പ്രകടമായിട്ട് കാണുന്നത്. അങ്ങനെ ആ ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാനെ പോലെ ശോഭിക്കുന്നു എല്ലാവരും. അങ്ങനെ ആ വൈകുണ്ഠലോകം എന്ന് പറഞ്ഞാൽ ആ ലോകം മഹാത്മാക്കളുടെ അനേകം ഭക്തന്മാർ നിറഞ്ഞ ആ വിമാനങ്ങളാൽ നിറഞ്ഞതാണ്. ആ വൈകുണ്ഠത്തിന് ചുറ്റും ഭക്തന്മാരുടെ വിമാനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാണ്. ഉത്തമ സ്ത്രീകളുടെ കാന്തികളാൽ ആ ലോകം മുഴുവനും മിന്നൽ പ്രകാശമുള്ള പോലെ ഇരിക്കണു. അങ്ങനെ അതുപോലെ മനോഹരമായിട്ടുള്ളതാണ്. അവിടെ അതീവ സൗന്ദര്യവതിയായിട്ടുള്ള മഹാലക്ഷ്മി വേദങ്ങൾ തന്നെ മൂർത്തികളെ ധരിച്ചിട്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളിലെ ബഹുവിധത്തിലുള്ള വിഭവങ്ങളെ കൊണ്ട് പൂജിക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ആ വൈകുണ്ഠത്തെ അവിടെ വർണ്ണിക്കുകയാണ്. ആ വൈകുണ്ഠലോകത്തിലെ എല്ലാ ഭക്തന്മാരെയും സംരക്ഷിക്കുന്നത് ആരാണ്? ആ ശ്രീമൻ നാരായണൻ തന്നെയാണ്. അതുപോലെ സുനന്ദനന്ദാദി പാർഷദന്മാരാൽ സാദരം സേവിക്കപ്പെടുന്നവനും, അതുപോലെ ശ്രീദേവിയുടെ സാക്ഷാൽ ആ മഹാലക്ഷ്മിയുടെ പതിയും പിന്നെ ഭൃത്യന്മാരുടെ നേരെ പ്രസാദത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തോടു കൂടിയവനും തൻ്റെ ആ അമൃതസമാനമായിട്ടുള്ള ആ കടാക്ഷത്താൽ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനും പ്രസന്നമായ പുഞ്ചിരിയോട് കൂടിയവനും നിറമുള്ള കണ്ണുകളോട് കൂടിയവനും അതിശ്രേഷ്ഠമായിട്ടുള്ള കിരീടം ധരിച്ചവനും കർണാഭരണങ്ങളുള്ളവൻ 4 കൈകളെ കൊണ്ട് ശോഭിക്കുന്നവൻ പീതാംബരത്തെ ധരിച്ച് മാർവിടത്തിൽ ലക്ഷ്മീദേവിയെ ധരിച്ച് ശ്രേഷ്ഠമായ സിംഹാസനത്തിലിരിക്കുന്നു. അങ്ങനെ പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരതത്വം എന്നുള്ള 4 തത്വമൂർത്തികളാലും 11 ഇന്ദ്രിയങ്ങളെ, 5 ഭൂതങ്ങളെ എന്നീ 16 തത്വങ്ങളുടെ സ്വരൂപശക്തികളാലും 5 തന്മാത്രാശക്തികളും 4 ഭാഗത്തു നിന്നും സേവിക്കപ്പെടുന്നവനായിട്ടുള്ള സാക്ഷാൽ ശ്രീമൻ നാരായണനെ അവിടെ ആര് കാണണു? ബ്രഹ്മാവ് കാണുകയാണ് ചെയ്യണത്. ഭഗവാനെ കണ്ടതുകൊണ്ട് കൂടിയിട്ട് സന്തോഷത്തോടും രോമാഞ്ചത്തോടും കൂടിയിട്ട് പരമപ്രേമത്തോടു കൂടിയിട്ട് കണ്ണുനീര് ധാരധാരിയായിട്ട് ഒഴുകാൻ തുടങ്ങി. ബ്രഹ്മാവ് പരമഭക്തിയാൽ ഭഗവാന്റെ പാദത്തിൽ നമസ്കാരം ചെയ്തു എന്ന് പറയുക. അങ്ങനെ നമസ്കാരം ചെയ്തിട്ട് എല്ലാവിധത്തിലുള്ള ഉള്ളിലുള്ള എല്ലാവിധത്തിലുള്ള ചിന്തകൾ, അതായത് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ എല്ലാം മാറി. ഭഗവാന്റെ മുമ്പിൽ കണ്ടപ്പോൾ എല്ലാം മാറി. അങ്ങനെ നമസ്കരിച്ച് ആനന്ദം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമസ്കരിച്ച് കിടക്കണ ആ ബ്രഹ്മാവിനെ സാക്ഷാൽ ശ്രീമൻ നാരായണൻ തൻ്റെ 2 കൈകളെ കൊണ്ടും പിടിച്ച് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ പറയാൻ തുടങ്ങി.
ശരിക്കും ആ വാക്കുകളെ കൊണ്ട് അതിലാണതാ പറയണത്. ശരിക്കും പറയണത് എന്താണെന്ന് വെച്ചാൽ ആ വാക്കുകളെ കൊണ്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വിധത്തിൽ സൃഷ്ടി ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ബഹുകാലം തപസ്സുകൊണ്ട് സന്തോഷിപ്പിച്ചു. കപടയോഗികൾക്ക് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. എൻ്റെ പ്രീതിക്കായിട്ട് എൻ്റെ കൽപ്പനയെ നടത്തുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉത്തമ ഭക്തൻ, മോക്ഷത്തിന് വേണ്ടി എന്നെ സേവിക്കുന്ന ഭക്തൻ മധ്യമ ഭക്തനാണ്. പറയണു, ഭക്തന്മാരുടെ തലം പറയണു. അതായത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ ആജ്ഞ നിറവേറ്റാൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നിനെ തപസ് ചെയ്ത് എന്നെ സാക്ഷാത്കരിക്കുന്നവനാണ് ഉത്തമ ഭക്തൻ. ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് മധ്യമ ഭക്തനാണ് എന്ന് പറയണു. അതുപോലെ പദാർത്ഥ ലാഭത്തിന് ഭോഗാസക്തി മാത്രം, തൻ്റെ കാര്യം അഖിലം നടക്കണം, ആ ആഗ്രഹങ്ങൾക്ക് മാത്രം, ഭഗവാൻ എഴുതേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അങ്ങനെ ഭജിക്കുന്നവരാണ് അധമ ഭക്തൻ എന്നെല്ലാം. എന്നാലും അവൻ എൻ്റെ ഭക്തൻ തന്നെയാണ്. പിന്നെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനായി മാത്രം ഭക്തിയുണ്ട് എന്ന ഭാവത്തിൽ പ്രവർത്തിക്കുന്നവനാണ് കപടഭക്തന്മാർ എന്നൊക്കെ ഭഗവാൻ അവിടെ പറയണു. ഹേ ബ്രഹ്മാവേ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് ആ ഭഗവാൻ പറയുകയാണ്. ഞാൻ ആ ശ്ലോകം ഇതിൽ വായിച്ചപ്പോൾ അതാണ് ഞാൻ വീണ്ടും നോക്കണേ. എത്രാമത്തെ ശ്ലോകമാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ലോകം ഭവാൻ കണ്ടത് എൻ്റെ സങ്കല്പ വൈഭവം ധ്വനിച്ചൂഹിച്ചറിഞ്ഞല്ലോ നീ അനുഷ്ഠിച്ചു വന്തപം. ധ്വനി ഊഹിച്ചറിഞ്ഞല്ലോ. എൻ്റെ ആ ശബ്ദം 21ാമത്തെ ശ്ലോകമാണത്. 21ാമത്തെ ശ്ലോകം അതിൽ പറയാണ്, നീ എൻ്റെ ലോകത്തെ കണ്ടു. അത് എൻ്റെ അടുത്ത ശ്ലോകം ഞാനിങ്ങനെ തിരക്ക് പിടിച്ച് നോക്കണ കാരണം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ട് അടുത്ത ശ്ലോകം അതാണ്. പക്ഷേ എനിക്കതെത്താൻ ഇങ്ങനെ വായിക്കാൻ കൊതിയായി. കാരണം ആ ബ്രഹ്മാവിൻ്റെ ആ ഒരു ഭാവം അത്രയ്ക്കേറെ ഹൃദയസ്പർശിയായ കാരണം കൊണ്ട്. അപ്പോൾ ഹേ ബ്രഹ്മാവെ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. വരം കൊടുക്കുന്ന ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ്. എന്താഗ്രഹവും സാധിപ്പിക്കണം. അപ്പം എന്നോട് എന്താ വരമാണോ വേണ്ടത് അത് ചോദിച്ചോളൂ. മനുഷ്യൻ ശ്രേയസ്സിനായിക്കൊണ്ട് പരിശ്രമിക്കുന്നത് എന്നെ കാണുന്നത് വരെ മാത്രമേ ഉള്ളൂ. കണ്ടാൽ അവൻ്റെ സകല ശ്രേയസ്സിൻ്റെയും ഫലം സിദ്ധിക്കും എന്നതുകൊണ്ട് പിന്നെ അത് അധ്വാനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തപസ്സൊക്കെ അവസാനിപ്പിച്ചോളൂ എന്ന് പറയാണ്. നീ ലോകത്തെ കണ്ടു, എൻ്റെ ലോകത്തെ കണ്ടുല്ലോ. ഈ വൈകുണ്ഠ ലോകത്തെ കാണാൻ സാധിച്ചത് എൻ്റെ സങ്കല്പം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എൻ്റെ സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഞാനങ്ങനെ സങ്കല്പിച്ചതെന്നറിയോ? ഏകാന്തത്തിൽ തപ എന്നൊരു വാക്ക് മാത്രമല്ലേ നീ കേട്ടുള്ളൂ. ആ വാക്കിൽ ഉറച്ചുകൊണ്ട് കഠിനമായ തപസ്സനുഷ്ഠിച്ചില്ലേ? അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള ആ വാത്സല്യം കൊണ്ടാണ് ഞാനിതാ എൻ്റെ ലോകത്തെ നിനക്ക് കാണിച്ചു തന്നത് എന്ന് ഭഗവാൻ പറയണു. അത് തന്നെ ആ ഒരു വാക്ക്. 21ാമത്തെ ശ്ലോകം. മനിഷീതാനുഭാവോയം മമ ലോകാവലോകനം യദുപശ്രുത്യ രഹസി ചഗർത്ഥ പരമം തപ എന്നൊരു വാക്ക് എൻ്റെ ശബ്ദത്തിൽ മാത്രം നീ ഉറപ്പിച്ചുകൊണ്ട് നീ എന്നെ തപസ് ചെയ്തില്ലേ? അതിൽ ഞാൻ അതീവ സന്തുഷ്ടനായി. ഒരു വാക്ക് കേട്ടിട്ട് അല്ലേ? നമുക്ക് ഭഗവാന്റെ രൂപം കണ്ടിട്ടും ഭഗവാനെ നമ്മുടെ വിഗ്രഹങ്ങളായിട്ട് കൊണ്ടുവച്ചിട്ടും നമുക്ക് പറഞ്ഞു തന്നിട്ടും ഭഗവാന്റെ മഹിമ പറഞ്ഞു തന്നിട്ടും ഭഗവാൻ ഇത് അറിയില്ല. ഭഗവാൻ ആരാണ്, എങ്ങനെ ഉണ്ടോ ഇല്ലേ, ഏതാണ്, എങ്ങനെയാണ് ഒന്നും അറിയാത്ത ഒരാൾ ആ എന്നൊരു വാക്ക് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു. ആ വാക്കിൽ മാത്രം ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ശബ്ദത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട്
തപസ് ചെയ്ത ആ ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തരാൻ എത്രയോ മഹാത്മാക്കളുണ്ട്. നമ്മളൊക്കെ ഇതൊക്കെ ബോധിപ്പിക്കാൻ, ഭഗവാന്റെ മഹത്വത്തെ ബോധിപ്പിക്കാൻ എത്രയോ മഹാത്മാക്കളുണ്ട്. നമ്മൾക്ക് പൂർവികരായിട്ട് നടന്നു പോയവർ എത്രയോ അവരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും എല്ലാം കേട്ടിട്ടും നമ്മുടെ കൺമുമ്പിൽ പല രൂപഭാവങ്ങളിൽ ഭഗവാന്റെ വിഗ്രഹങ്ങളും എല്ലാം നിറഞ്ഞു നിന്നിട്ടും നമുക്ക് ഭഗവാനെ ഏകാഗ്രമായിട്ട് ധ്യാനിക്കാൻ സാധിക്കണില്ല. ആലോചിച്ച് നോക്കൂ, നമ്മളൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്ന് കാണിച്ചു തരികയാണ്. ആ ദൃഢതയൊന്നുമില്ല നമുക്ക്. നമ്മളെപ്പോഴും ഭോഗാസക്തിയിൽ തന്നെ മുഴുകി കഴിയാണ്. ആ ഭോഗത്തിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? പറയണോ, നീ സൃഷ്ടികർമ്മം എങ്ങനെയാണ് നടത്തേണ്ടതെന്നറിയാണ്ട് വിഷമിച്ചതിനാൽ ഞാൻ തന്നെയാകണോ നിന്നെ തപസ്സിനായിട്ട് പ്രേരിപ്പിച്ചത്. എൻ്റെ ശബ്ദമാണ് നീ കേട്ടത്. അത് ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യമേ തന്നെ ആ ഭഗവാൻ പറയണ സമയത്ത് തന്നെ ഈ ശബ്ദത്തിൻ്റെ ഉറവിട ഇതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എത്രയോ കാലം ഹൃദയത്തിൽ കേട്ട ശബ്ദം, ഒരു തവണ കേട്ട ശബ്ദം ഹൃദയത്തിൽ വീണ്ടും ഉറപ്പിച്ച് അതിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് അതേ ശബ്ദം കേട്ടപ്പോൾ പിന്നെ തിരിച്ചറിയാണ്ടിരിക്കുമോ? അപ്പോൾ ഈ തപസ്സാണ് എൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഹൃദയം. അപ്പോൾ ഞാൻ തപസ്സിൻ്റെ സ്വരൂപഭൂതനാണ്. തപസ് എൻ്റെ അന്തരംഗ ശക്തിയും സ്വരൂപമായ ജ്ഞാനശക്തിക്ക് ഉത്തമവുമാണ്. അതുകൊണ്ട് തപസ് ആചരിപ്പാനായിട്ട് ഞാൻ പ്രേരിപ്പിച്ചു എന്ന് പറയണു. അപ്പം ഈ പ്രപഞ്ചത്തെ തപസ്സുകൊണ്ട് തന്നെ സൃഷ്ടിക്കണു. തപസ്സുകൊണ്ട് പരിപാലിക്കണു, തപസ്സുകൊണ്ട് സംഹരിക്കണു. തപസ്സു തന്നെ എൻ്റെ ശക്തി. തപസ് ആചരിക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണ് എന്നൊക്കെ ആ ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു. ഭഗവാനെ, സർവഭൂതങ്ങളുടെയും ഹൃദയമാകുന്ന ആ ഗുഹയിൽ അധിവസിക്കുന്ന സർവന്തര്യാമിയല്ലേ അങ്ങ്? അപ്പോൾ ആ ഹൃദയത്തിൻ്റെ ആ കുഹരമധ്യത്തിലുള്ള അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം മുഴങ്ങിയത്. തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തപ എന്നുള്ള ആ ശബ്ദം മുഴങ്ങിയത്. അങ്ങയുടെ ജ്ഞാനത്തിന് വിദ്യാർത്ഥികളുടെ തടസ്സമൊന്നുമില്ല. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അങ്ങ് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യാൻ പോണത്, ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക, എല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ടായിരിക്കണത്. ഇതൊക്കെ അവിടത്തേക്ക് അറിവുള്ളതാണ്, ഉറപ്പാണ്. ഏതൊരുവൻ്റെ വിചാരവും അവിടത്തേക്ക് അറിയാം. എങ്കിലും വരം വരിപ്പാൻ പറഞ്ഞതിനെ കൊണ്ട് ഞാനിതാ ചോദിക്കുകയാണ്. എന്നോട് ഇപ്പോൾ ഞാൻ വരം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുക, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, ഇതൊക്കെ ഭഗവാനെ അവിടത്തേക്ക് അറിയാം. എങ്കിലും അങ്ങ് എന്താ പറഞ്ഞ എന്നോട് വരം ചോദിക്കാൻ പറയുന്നു. അങ്ങയുടെ ആ വാക്കുകളെ ഞാനിതാ സ്വീകരിച്ചുകൊണ്ട് ഞാനിതാ അങ്ങയോട് ചോദിക്കുകയാണ്. തപത്തോടു കൂടിയിട്ട് ഞാൻ യാചിക്കുന്നതിന് എനിക്ക് നൽകണം. രൂപമില്ലാതിരിക്കുന്ന അങ്ങയുടെ സൂക്ഷ്മരൂപത്തെയും സ്ഥൂലരൂപത്തെയും എനിക്ക് എങ്ങനെ അറിയാനാണ് സാധിക്കുക? എനിക്കതിനെ അറിയാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് വ്യർത്ഥമാകാത്ത സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഒരു എട്ടുകാലി എന്ന പ്രാണി തന്നിൽ നിന്ന് പുറപ്പെടുന്ന നൂൽ കൊണ്ട് വലയുണ്ടാക്കി അതിനുള്ളിൽ ഇരിക്കുന്നത് പോലെയാണ് അങ്ങ് ഈ മായ സ്വീകരത്താൽ ഈ സർവവും ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരിക്കണത്. അതുകൊണ്ട് ഭഗവാനെ, നാനാശക്തിയോടുകൂടിയിട്ട് ഈ ലോകത്തെ സംഹരിക്കുകയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യണതും അവിടുന്ന് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സൃഷ്ടികർമ്മങ്ങൾ കഷ്ടമാണ് എന്നുള്ള വിചാരം കൊണ്ട് ആ സൂക്ഷ്മജ്ഞാനത്തെ പ്രാർത്ഥിക്കുന്നു എന്നൊന്നും അങ്ങ് വിചാരിക്കേണ്ട. അങ്ങ് കൽപ്പിക്കുന്ന കർമ്മത്തെ എനിക്ക് മടി കൂടാതെ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മളും ഇതൊക്കെ തന്നെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ആ ഭഗവാൻ തന്നെയാണ് അല്ലേ? അപ്പം നമ്മൾ പറയാൻ എന്തായല്ല, ഞാൻ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയാണെന്ന്. അച്ഛനും അമ്മയാണ്, ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഏതച്ഛൻ്റെ ഏതമ്മയുടെ എങ്ങനെയായിട്ട് വന്ന് ഭവിക്കണം എന്നൊക്കെ സൃഷ്ടിച്ചതാണ് അല്ലേ? ആ അച്ഛനും സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് പ്രജകൾ ഉൽപ്പാദിക്കാൻ യാതൊരു തടസ്സവും ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയോ അച്ഛനമ്മമാർക്ക് മക്കളില്ലാണ്ട് അല്ലേ?
അവർക്ക് ഡോക്ടർമാരൊക്കെ പറയും യാതൊരു കുഴപ്പമില്ല, എന്താ ഉണ്ടാവാത്തതെന്ന് അറിയില്ല. ചിലവർക്ക് കുഴപ്പമുണ്ടായിട്ട് ചിലർക്ക് കുഴപ്പമില്ലാണ്ട് അല്ലേ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചിലവരുടെ ആ ഗർഭപാത്രത്തിൽ വന്നിട്ട് ഇതാ കുറച്ച് ജീവനോടുകൂടി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇല്ലാണ്ടാവണം. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണ്? ഓരോ ജീവൻ്റെയും ഗതിയാണ്. അപ്പോൾ ഈ ജീവനെ ആ മാതൃഗർഭത്തിലാക്കിയിട്ട് അതിനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് പരിപാലിച്ച് ഈ ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ നിയോഗമാണ്? ഭഗവാന്റെ നിയോഗമാണ്. അങ്ങനെ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കർമ്മങ്ങൾ ഇന്ന കർമ്മങ്ങളിലൂടെ ആ മനുഷ്യനായി ജനിച്ചാൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ അതിന് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിയോഗിച്ചിരിക്കുന്നത്. ഈശ്വരന് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തു തന്നെ വന്നു ചേർന്ന എല്ലാ കർമ്മങ്ങളും എന്തായിരിക്കണം? ആ ഈശ്വരൻ നമുക്കായിട്ട് ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ആ കർമ്മങ്ങളെ സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ കൽപ്പിക്കുന്ന കർമ്മങ്ങൾ എന്ത് ചെയ്യണം? മടി കൂടാതെ സന്തോഷത്തോടു കൂടി ചെയ്യണം. അവർ അങ്ങനെ ചെയ്തിട്ട് സന്തോഷമായിട്ട് ഇരിക്കണ്ടല്ലോ, എനിക്കിതല്ലേ വിധിച്ച്, അവർക്കിതാ നല്ല ജോലിയുണ്ട്, എനിക്കിതാ ഇവിടെ ഈ വൃത്തികെട്ട മാലിന്യങ്ങൾ നീക്കണതും അങ്ങനെയുള്ള ജോലികളല്ലേ കിട്ടിയ അയാൾക്ക് ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് കാണുന്നു. പക്ഷേ ഭഗവാന്റെ ഏറ്റവും നല്ലത് എന്താ ചെയ്യുക? മലിനങ്ങളെ നീക്കുമ്പോൾ ആ മാലിന്യങ്ങൾ നീക്കി അവിടെ വൃത്തിയാക്കുമ്പോൾ എത്രയോ പേർക്കത് ഉപകാരപ്പെടണം. എത്ര നല്ല ജോലിയാണ്. അപ്പോൾ ആ ചെയ്യുന്ന ജോലി ഈശ്വര പൂജയായിട്ട് നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്രയും ശ്രേഷ്ഠമാണ് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക. മാലിന്യത്തെ എവിടെയെങ്കിലുമൊക്കെ മാലിന്യത്തെ നമ്മൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുമ്പോൾ അത് എത്രയോ പേർക്ക് ദോഷമായിട്ട് തീരണം. അതൊക്കെ ഈശ്വര നിന്ദയായിട്ട് തീരണം, മഹാപാപങ്ങളായിട്ട് തീരണം. ഇതൊക്കെ രണ്ട് വശവും നമ്മൾ ചിന്തിക്കണം അതൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ ആ കർമ്മത്തെ ഞാൻ മടി കൂടാണ്ട് ചെയ്യാം. പ്രജാസൃഷ്ടിക്ക് കാര്യത്തെ നടത്താനായിട്ടിരുന്നാലും അങ്ങ് എനിക്ക് നൽകണ ആ അനുഗ്രഹത്താൽ മാത്രമാണ്. അങ്ങ് തന്നെയാണ് ഇതിൻ്റെ കർത്താവും, അങ്ങ് തന്നെയാണ് എല്ലാം. അപ്പം ഞാൻ ബ്രഹ്മാവാണ്, സൃഷ്ടി ചെയ്യുന്നവനാണ് എന്നുള്ള അഹങ്കാരം എന്നെ ബാധിക്കാതിരിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് ഒരു വരം കൂടെ തരണം ഭഗവാനെ. കാരണം അഹങ്കാരം ഇല്ലാണ്ടിരിക്കാൻ അനുഗ്രഹിക്കണം. അങ്ങയുടെ സേവാരൂപമായ സൃഷ്ടി വിഷയത്തിൽ ഞാൻ പ്രജകളെ ഉത്തമര് മധ്യമര് എന്നുള്ള ഭേദത്തോടു കൂടിയിട്ട് പല വിധത്തിലുള്ള ഭേദത്തോടു കൂടിയിട്ട് വിഭജിച്ച് ഞാനത് ചെയ്യണം. അപ്പോൾ അതിനുള്ള ശക്തി അങ്ങ് എന്നിലെ അങ്ങ് എൻ്റെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്കത് സാധിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ വ്യാപാരം അങ്ങയ്ക്ക് ചെയ്യേണ്ട കേവലം ഒരു പരിചര്യ മാത്രമാണ്. അപ്പോൾ സൃഷ്ടികർത്താവ് ഞാനാണ് എന്നുള്ള അഹംഭാവം ഒരിക്കലും എനിക്ക് വരരുതേ എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഭഗവാനുവാച ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാനസമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണാഗതിതം മയാ യാവാനഹം യഥാഭാവോ യദ്രൂപഗുണ കർമ്മക അഥൈവ തത്വവിജ്ഞാനം അസ്തു തേ മദ് അനുഗ്രഹാത് അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സതതത്പരം പശ്ചാദഹം യത് ഏതച്ച യോ അവശിഷ്യതേ സോസ്മ്യഹം ഹൃദേർത്ഥം യത് പ്രീതിയേത ന പ്രീതിയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായം യഥാഭാസോ യഥാതമ യഥാ മഹന്തി ഭൂതാനി ഭൂതേഷുശ്ചാവജേഷ്വനു അപ്രവിഷ്ട്യാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവത് ഏവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം
യസ്യാത് സർവത്ര സർവദാ ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭഗവാൻ കൽപ്പക വികൽപ്പേഷു ന വിമുഹ്യതി കർഹ്യജിത്. ശ്രീശുക ഉവാച സമ്പ്രതി ശൈവ്യം അജനോ ജനാൻ സമ്പ്രതിശൈവ്യമജനോ ജനാനാം പരിമേഷ്ടിനം പശ്യതസ്തസ്യ തദ്രൂപം ആത്മനോന്യരുണധ്വരി അന്തർഹിതേന്ദ്രിയാർത്ഥായ ഹരയേ വിഹിതാഞ്ജലി സർവഭൂതമയോ വിശ്വം സസർജയതം സപൂർവവത് പ്രജാപതിർധർമ്മപതിർ ഏകദാ നിയമാന്യമാൻ ഭദ്രാം പ്രജാനാം അന്വിഷ്യൻ ആദിഷ്ടസ്വർത്ഥകാമ്യയാ തം നാരദ പ്രിയതമോ രിഗ്ധാദാനം അനുവ്രത ശുശ്രൂഷമാണശീലേന പ്രജാശ്രേണാദമേന ച മയാം വിദ്വിഷൻ വിഷ്ണോർ മയേശ്വസ്യ മഹാമുനി മഹാഭാഗവതോ രാജൻ പിതരം പര്യദോഷയത് തുഷ്ടം നിശമ്യ പിതരം ലോകാനം പ്രപിതാമഹം ദേവർഷി പരിവപ്രശ്ച ഭവാൻ യദ് ആനുപൃച്ഛതി തസ്മൈ ഇദം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവതാ പ്രാഹ പ്രീതപുത്രായ ഭൂതകൃത്. നാരദ പ്രാഹമുനയേ സാരസ്വത്യാസ്തടേ നൃപ ധ്യായതേ ബ്രഹ്മം പരമം വ്യാസായാമിത തേജസേ യദ് ഉദാഹം ത്വയാ പൃഷ്ടോ വൈരാജാത് പുരുഷാദിതം യദാസീദ്യത് ഉപാഖ്യാസേ പ്രശ്നാൻ അന്യാംശ്ച കൃഷ്ണശ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദ്വിതീയസ്കന്ധേ ശങ്കാനിരൂപണം നാമ നവമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉൾക്കൊണ്ടാലും ഭക്തിപൂർവം ഞാനോദിയ തരത്തിൽ നീ ജ്ഞാനം ഗൂഢം സവിജ്ഞാനം അതിനവയവങ്ങളും ഞാനാനന്ദൻ ഭാവരൂപ ഗുണകർമ്മങ്ങളാപ്പൊരുൾ ഉള്ള പോലറിയാൻ ഭക്തനാവും നീയെന്നനുഗ്രഹാൽ. ആദ്യം ഞാൻ മാത്രമില്ല, അന്യം സത്വരൂപങ്ങളായി പിമ്പുണ്ടായി കാൺമതും ഞാനേ ശേഷിച്ചിടാവതും ജലത്തിങ്കൽ ഖഗോളം പോൽ ബിംബിപ്പൂ വസ്തുവിങ്കൽ ഞാൻ കണ്ടാൽ തോന്നില്ല ഇതന്മായ രാഹു പോലെ മറയ്ക്കയാൽ വലുതായി ചെറുതായി വാഴ്വിൽ പഞ്ചഭൂതങ്ങളെന്ന പോൽ ഉൾപ്പെടാതെയും ഉൾപ്പെട്ടും ഉണ്ടു ഞാനെങ്ങുമില്ല. ഞാൻ അറിയേണ്ടത് ഇതേയുള്ളൂ, പൊരുളാഞ്ഞിടുന്നവൻ കൂടിച്ചേർന്നും വേർപിരിഞ്ഞും എങ്ങും എപ്പോഴുമുണ്ടു ഞാൻ. മനസ്സെന്നിലുറപ്പിച്ചു നടപ്പാക്കുമത് മമേങ്കിതം മോഹിപ്പിക്ക കൽപ്പവികൽപ്പങ്ങൾ പിന്നീടൊരിക്കലും. ശ്രീശുകൻ പറഞ്ഞു, അജൻഹരി ജീവാത്മാ പരമേഷ്ടിയോടിങ്ങനെ കൽപ്പിച്ച ശേഷം മറഞ്ഞാൻ അദ്ദേഹം നോക്കി നിൽക്കവേ മറഞ്ഞുപോയ ഹരിയെ പൂജിക്കും കൂപ്പുകൈകൊടെ പണ്ടത്തെ പോൽ സദർശിച്ചാൻ സർവഭൂത ജഗത്തജൻ. പ്രജാഭദ്രത്തിനുതകും കാമ്യകർമ്മോപചാരമായി അനുഷ്ഠിച്ചു യമനിയമങ്ങൾ ധർമ്മപ്രജാപതി. അവകാശികളിൽ ശ്രേഷ്ഠൻ മഹാമുനി അനുവ്രതൻ. ദമം ശീലം വിനയവും ഉള്ള ശുശ്രൂഷണപ്രിയൻ. പിതാവിനെ തുഷ്ടനാക്കി നാരദൻ ഭഗവന്മയൻ വിഷ്ണുമായ സ്വരൂപത്തെ ഗ്രഹിപ്പാനുൾ പ്രിയത്തോടെ
അങ്ങെന്നോടീപ്പോഴാരാഞ്ഞത് ആരാഞ്ഞു പണ്ടു നാരദൻ തന്നച്ഛൻ ലോകപിതാമഹൻ ദോഷിച്ചിരിക്കവേ പ്രീതനായി ചെന്നുപദേശിച്ചാൻ അച്ഛൻ മകനോടിതം ഭഗവൽ പ്രോക്തമം ഭാഗവതം ഈ ദശലക്ഷണം. പിന്നെ സരസ്വതീ തീരത്തിങ്കൽ ബ്രഹ്മനീനനായി വാണ തേജസ്യാം വ്യാസനോദിനാനിതു നാരദൻ വിരാട് പുരുഷനിൽ ജാതൻ എമ്മട്ടി വിശ്വമെന്നു ഞാൻ വിസ്തരിക്കാമീ ഇനി ഭൂപ നിന്റെ ചോദ്യത്തിനുത്തരം എന്ന് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ്. ചെറിയ അധ്യായമാണ് എങ്കിലും നമുക്ക് ഒരുപാട് ഇതിൽ നിന്ന് ശരിക്കും വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായത്. ഓരോന്ന് ആലോചിക്കുമ്പോൾ പറയാൻ പറ്റാത്തൊരു അനുഭൂതി ഉള്ളിലുണ്ടാവുകയാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പരമരഹസ്യമായിട്ടിരിക്കുന്നതും അനുഭവത്തോടു കൂടിയതും അനുഭവത്തിന് സമാധാനമായിരിക്കണ ഭക്തിയോട് കൂടിയതുമായിട്ടുള്ള ജ്ഞാനത്തെയും അതിൻ്റെ സാധനകളെയൊക്കെ ഞാൻ പറയുന്നതിന് സാവധാനം നീ ഗ്രഹിക്കണം. അങ്ങനെ ഞാൻ ഏതു വിധത്തിലുള്ള സ്വഭാവമുള്ളവനാണ്, എങ്ങനെ ഇരിക്കാനാണ്, ഏതു രൂപഗണങ്ങളുള്ളവനാണ് എന്നുള്ള തത്വജ്ഞാനം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അനുഗ്രഹം നിമിത്തം അത് നിനക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാവട്ടെ എന്ന് പറയുകയാണ്. അത് പറയണു. ഇനി 4 ശ്ലോകങ്ങൾ, അത് ചതുശ്ലോകി ഭാഗവതം എന്നാ പറയുന്നത്. 4 ശ്ലോകങ്ങളെ കൊണ്ടാണ്, ഈ 4 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭാഗവതത്തെ ബ്രഹ്മാവിനെ പറഞ്ഞു കൊടുത്തത്. ബ്രഹ്മാവ് അത് ശ്രീനാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കണു. ശ്രീനാരദ മഹർഷി അത് വേദവ്യാസന് പറഞ്ഞു കൊടുക്കണു. വേദവ്യാസനാണ് അത് വിസ്തരിച്ചിട്ട് ഇന്ന് നമ്മുടെ കയ്യിലുണ്ടാവണ പോലത്തെ ഉള്ള ഭാഗവതം രചിച്ചത് എന്ന് പറയണം. പറയാണ്, അത് സൃഷ്ടിക്ക് മുമ്പ് ആരെല്ലാം ഉണ്ടായിരുന്നു, സൃഷ്ടിക്ക് മുമ്പും ഞാനാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമായും സൂക്ഷ്മമായും അതിനൊക്കെ കാരണമായിട്ടിരുന്ന വസ്തു ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെ കൂടാതെ അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. സൃഷ്ടിക്ക് ശേഷം ഇവിടെ ഞാൻ തന്നെയുള്ളൂ. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷം ഇവിടെ ഞാൻ തന്നെയുള്ളൂ. ലോകരൂപമായിട്ട് കാണപ്പെടുന്നത് എന്തൊക്കെ ഞാൻ തന്നെയാണ്. ഇനിയിപ്പോൾ പ്രളയത്തിന് ശേഷം അവശേഷിക്കുന്നത് എന്താണോ അതും ഞാൻ തന്നെയാണുള്ളത്, അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് സിദ്ധിക്കുന്നത് എന്തെന്നാൽ എനിക്ക് ആദിയോ അന്തമോ ഇല്ല. എന്നെ കൂടാതെ അന്യമായിട്ട് ഇവിടെ യാതൊന്നുമില്ല. അതിനാൽ എപ്പോഴും എല്ലാ ദിക്കിലും ത്രികാലത്തിലും വ്യാപിച്ച് പരിപൂർണനായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയണു. അതുപോലെ പിന്നെ പറയണു, സത്യസ്വരൂപനായിട്ടുള്ള ആത്മാവിൽ 3 കാലത്തും ഭാവങ്ങൾ ഉണ്ടെന്ന് ജനങ്ങൾ വിചാരിക്കുകയാണ്. ഞാൻ തടിച്ചതാണ്, ഞാൻ മെലിഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ? അതുപോലെ ആ തടിവും മെലിവൊന്നും ആത്മാവിനെ ബാധിക്കണില്ലല്ലോ. അതുപോലെയാണ് ഇവിടെയും പറയണു. അപ്പോൾ ഇതൊക്കെ ഓരോന്നും നമ്മൾ അതുപോലെ എനിക്ക് മറ്റുള്ളവരത്രയ്ക്ക് കഴിവില്ല, സാമർഥ്യമില്ല, എൻ്റെ കാലിന് ഒരു മുടന്തുള്ളവനാണ് ഞാൻ, എനിക്ക് കണ്ടു കാണാത്തവനാണ്, എനിക്ക് അംഗവൈകല്യമില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വിധത്തിൽ ഖേദിക്കണം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ ഇതൊന്നും ബാധിക്കണില്ല. നമ്മൾ കാണാറുണ്ട് അല്ലേ, കയ്യും കാലും എല്ലാ വിധത്തിലുള്ള അവയവങ്ങളും എല്ലാം പരിപൂർണമായിട്ടുണ്ടായിട്ടും അതിനെല്ലാം വേണ്ടതുപോലെ ഇല്ലാണ്ട് അതൊക്കെ വേണ്ടതുപോലെ ഉപയോഗിക്കാതെ കണ്ട് ജന്മത്തിനെ നശിപ്പിച്ച് കഴിഞ്ഞ് മദ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹവും ഉപദ്രവമൊക്കെ ആയിട്ട് തൻ്റെ ജന്മത്തെ നശിപ്പിച്ച് കഴിയുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ കയ്യോ കാലോ ശരീരത്തിൻ്റെ ഒരു 90% ചലനം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പക്ഷേ അവരുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തിയിട്ട് അവർ പല മേഖലകളിൽ
ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ലോക നന്മയ്ക്കായിട്ടും മറ്റും ആയിട്ട് പലതും ചെയ്ത് പല വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നത്, അവർക്ക് ഈശ്വരൻ ശരീരത്തിൻ്റെ പരിമിതികൾക്കപ്പുറം നിന്നുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ ചെയ്യണു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുക. അപ്പോൾ ഉള്ളിലുള്ള ആ ശക്തിയെ ഉണർത്താൻ അവർക്ക് കഴിഞ്ഞു. മറ്റുള്ളവർക്ക് ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താൻ സാധിച്ചില്ല. അവർക്ക് കിട്ടിയ ജന്മം പാഴാക്കി കളയണു. ഇവരിത് ആ ശക്തിയെ ഉണർത്തിയിട്ട് ആ ജന്മം സഫലമാക്കി തീർക്കണു. അതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. പരമാർത്ഥമായിട്ടുള്ള സച്ചിദാനന്ദ രൂപം അനുഭവപ്പെടാൻ തടസ്സമായിരിക്കുന്നത് ആ മായയാണ് എന്ന് പറയണു. ഇല്ലാത്തതുണ്ടെന്നും ഉള്ളതിനെ കാണാണ്ടൊക്കെ ഇരിക്കണ ആ അവസ്ഥയാണ് പറയണത്. അങ്ങനെ ഇപ്പോൾ ആ രാഹു എന്ന ഗ്രഹം ഉണ്ടെങ്കിലും സൂര്യനിലും ചന്ദ്രനിലും പ്രതിഫലിക്കുന്ന ഛായ കൊണ്ട് മാത്രമേ ആ രാഹുവിനെ അറിയാൻ കഴിയണുള്ളൂ. അതുപോലെ ആ ജഡങ്ങളായിട്ട് ദേഹേന്ദ്രിയ അന്തരക്കരണങ്ങളെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ആത്മാവ് തന്നെയാണ് സത്യം എന്ന് അറിയണം എന്നുള്ള ഉപദേശങ്ങൾ, ഇതൊക്കെ അത്രയും തീവ്രമായിട്ടുള്ള ആ ഉപദേശങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. സ്ഥൂല സൂക്ഷ്മങ്ങളായിട്ട് കാണപ്പെടുന്ന ഭൗതികങ്ങളിൽ പ്രവേശിച്ചിരിക്കുകയാണെങ്കിലും മഹാഭൂതങ്ങൾ അതിൽ അനുപ്രവേശിക്കാത്തവണാണ്. അതിൻ്റെ കാരണം നാശാദി വികാരങ്ങൾ കൂടാണ്ട് അകത്തും പുറത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നത് ആ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് പറഞ്ഞ് വലിയ വലിയ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യണത്. ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരെ അത് വിചാരിച്ചറിയേണ്ടത് എന്താണ്? ഏതൊന്ന് അന്വയത്താലും വ്യതിരേകത്താലും എല്ലാറ്റിലും എല്ലാ കാലത്തും ഇരിക്കേണ്ടതും അതുതന്നെയാണ് ആത്മസ്വരൂപം. ആ കാര്യങ്ങളായിട്ട് ശരീരങ്ങളിൽ കാരണം കൊണ്ട് അനുവർത്തിക്കുന്ന ഭാവം അതാണ് അന്വയം. അതുപോലെ ശരീരത്തോട് ചേരാതിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതാണ് വ്യതിരേകം. ജാഗ്രതാദികളായ അവസ്ഥകളിൽ അതിൽ സാക്ഷിയായിട്ട് നിൽക്കണുണ്ടല്ലോ ആത്മാവിന് ദേഹാദി അന്വയവും സമാധിയാദികളായിട്ടുള്ള അവസ്ഥകളിൽ ദേഹത്തോട് ചേർച്ചയില്ലാണ്ടിരിക്കുന്നതിന് അതിൽ വ്യതിരേകവും ഭവിക്കണമെന്ന് സാരം. അതൊക്കെ ഈ ഒരു ഭഗവാൻ അങ്ങനെയൊക്കെ ഉപദേശിച്ച് കൊടുക്കണം. അതൊക്കെ ഉപദേശിച്ച് കൊടുത്തിട്ട് ആ ജനനാദി വികാരങ്ങളില്ലാത്ത ഭഗവാൻ ശ്രീമൻ നാരായണൻ ജനങ്ങളുടെ പരമമായ ആ ആധിപത്യത്തിലിരിക്കണ ബ്രഹ്മാവിനോട് ഇതൊക്കെ ഉപദേശിച്ചിട്ട് ആ ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കലെ സ്വരൂപത്തെ മറച്ചു, അന്തർദാനം ചെയ്തു. അപ്പോൾ ആ ബ്രഹ്മാവ് ആ ശ്രീഹരിയുടെ കാരുണ്യത്തിൽ ആ മറവിയൊക്കെ നീങ്ങി പൂർവ്വകാലത്തിലെന്ന പോലെ സൃഷ്ടി വീണ്ടും ചെയ്യാനായിക്കൊണ്ട് ആരംഭിച്ചു. അങ്ങനെ ആ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ആ നാരദം നേരത്തെ ആദ്യമുണ്ടായ ബ്രഹ്മാവും നാരദരും തമ്മിലുള്ള ആ സംഭാഷണം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ നിന്നുണ്ടായതാണ് ആ നാരദരെ വിനയം, സൽസ്വഭാവം, ഇന്ദ്രിയ നിഗ്രഹം എന്നീ ഗുണങ്ങളെ തോടുകൂടി പിതാവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ നാരദര്. അങ്ങനെ ആ സമയത്ത് ആ മായയുടെ സ്വരൂപത്തെ അറിയണമെന്ന് പിതാവിനോട് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ച സമയത്ത് ബ്രഹ്മാവ് നാരദർക്ക് എന്തു പറഞ്ഞു കൊടുത്തു? 10 ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തു. ഈ ചതുശ്ലോകി ഭാഗവത ആർക്ക് ഉപദേശിച്ചു? ആ നാരദർക്ക് ഉപദേശിച്ചു. ആ നാരദര് സരസ്വതീ തീരത്തിലിരുന്നിട്ട് ആ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് അതീവ തേജസ്സുള്ളവനായിട്ടുള്ള വ്യാസമുനി ഉണ്ടല്ലോ, ആ വ്യാസമുനിക്ക് ഒരിക്കലും ഉപദേശിച്ചു. അത് വിസ്തരിച്ച് ലോകനന്മയ്ക്ക് നല്ലതാണ്, അത് വിസ്തരിച്ച് പറയൂ എന്ന് പറഞ്ഞ് ആ വ്യാസമുനിക്ക് ഉപദേശിച്ചു. അങ്ങനെ ആ വ്യാസമുനിയായ എൻ്റെ പിതാവ് എനിക്ക് ഉപദേശിച്ചതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഇത് പറയണത്. ഇനി ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഉള്ള ഉപദേശിച്ചതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദ്വിതീയ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം ശങ്കാനിരൂപണം
എന്നാണ് ഇതിന് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. മൂലഭാഗവതത്തിൽ ആ അധ്യായം ഇവിടെ സമർപ്പിച്ചു. ഇനി നമുക്ക് 10ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത്. ആ 10ാമത്തെ അധ്യായം വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം അവിടെ സമർപ്പിക്കുകയാണ്. എല്ലാ അക്ഷരപ്പൂക്കളും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെ പാദത്തിലും സമർപ്പിച്ചുകൊണ്ട് ഈ പാരായണം വേണ്ടതുപോലെ സമർപ്പിക്കാനായിട്ടുള്ള ആരോഗ്യവും ആയുസ്സും സമയവും ഒക്കെ തന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം പാദത്തിൽ ഒരുപോലെ നമസ്കരിക്കണം. എല്ലാവരുടെയും ഉള്ളിലിരുന്ന് ശ്രീ ഗുരുവായൂരപ്പൻ സന്തോഷിക്കട്ടെ. പറയുന്ന ആളുടെയും കേൾക്കുന്നവരുടെയും ഇരുന്നു കൊണ്ടും പറഞ്ഞില്ലേ, അകത്തും പുറത്തും നമുക്കല്ലാണ്ട് അന്യമായിട്ടൊക്കെ നിൽക്കുന്നത് ഭഗവാൻ തന്നെ. എല്ലാ ഭാവത്തിലും ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കാം. അടുത്ത ദിവസം വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ സാധിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.